ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമുക്കൊക്കെ പ്രയോജനപ്രദമാകാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്ന 10 പൊടിക്കൈ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. സ്ത്രീയെ മാത്രമല്ല, പുരുഷനെ നമുക്കറിയാലോ. ആരെങ്കിലും യു ലുക്ക് ഹാൻസം, യു ലുക്ക് ബ്യൂട്ടിഫുൾ, അങ്ങനെ പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അമേരിക്കയിലൊരു സഹോദരി ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പരിചയമുള്ള സ്ത്രീയായിരുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ, അത്ര പറഞ്ഞുള്ളൂ. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരൊരു $20 എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. എന്നൊക്കെ ഇത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. യു ലുക്ക് ഹാൻസം, യു ലുക്ക് ബ്യൂട്ടിഫുൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്യൂട്ടി, സൗന്ദര്യം എന്നത് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു കാര്യം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വിദേശത്തുനിന്ന് നാട്ടിൽ വന്ന ആ കൊച്ചിൻ്റെ കയ്യിൽ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്ന ഒരു കിറ്റുണ്ട്, ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള കിറ്റ്. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കും. വേണേൽ പേരൻസിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതായിരിക്കാം, അല്ലേ മറ്റ് വ്യക്തികളിൽ നിന്നും വീട്ടിൽ തന്നെ ഉള്ളവരിൽ നിന്ന് കണ്ടുപിടിച്ചതായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവൾ ഇച്ചിരി സമയം കിട്ടുമ്പോൾ, ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ആ ഒരു കിറ്റ് തുറന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ബ്യൂട്ടിഫൈ. ഇങ്ങനെ ഈ സൗന്ദര്യം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു സൗന്ദര്യത്തെക്കുറിച്ച് വചനം 2 രീതിയിൽ പറയുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ 2 മാനങ്ങൾ അത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സൗന്ദര്യത്തിന് ഈ 2 മാനങ്ങളുണ്ട്. പ്രഭാഷകൻ 36:27 പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രഭാഷകൻ 36:27 പറയാണ്, സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിലാണ്. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത്. അന്യൻ്റെ ഭാര്യയോടോ അന്യൻ്റെ ഭർത്താവിനോടോ ആണ് ഇത് ഉണ്ടാകുന്നത് എങ്കിൽ അത് പ്രശ്നമാവും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം. വീണ്ടും പ്രഭാഷകൻ 36:25 അവിടെ പറഞ്ഞിട്ടുണ്ട്, ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർധനമാക്കുന്നു. ശാലീനത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മോഡസ്റ്റ്, അല്ലേ, മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അത് അവരുടെ സൗന്ദര്യം സൗഷ്ഠവമാക്കുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പ്രഭാഷകൻ 9:8 വായിച്ചാൽ, പ്രഭാഷകൻ 9:8, സ്ത്രീ സൗന്ദര്യം അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്, വഴിതെറ്റിച്ചിട്ടുണ്ട്. 9ന്റെ 2ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, സ്ത്രീക്ക് വഴങ്ങരുത്, അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 2ാമതായിട്ട് നമ്മൾ കാണുന്ന 10 പൊടിക്കൈ. ഏതൊരു സ്ത്രീയെയും സുന്ദരിയാക്കുന്ന 10 കാര്യങ്ങൾ വചനം പറയുന്നുണ്ട്. ഏതൊരു പുരുഷനെയും സുന്ദരനാക്കാവുന്ന 10 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1ാമത്തെ കാര്യം, ഭാഷണം, അതിൽ വിനയം ഉണ്ടാകണം. സംസാരത്തിൽ വിനയം. പ്രഭാഷകൻ 36:28 നമ്മൾ വായിക്കുന്നതാണ്. ഭാഷണത്തിൽ വിനയം ഒരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റും. നമുക്കറിയാലോ, എന്നാ സൗന്ദര്യം ഉണ്ടെങ്കിലും സംസാരം പോയാൽ പോയി. നിൻ്റെ മൗത്ത് അഗ്ലി ആണെങ്കിൽ ഹൂ കെയർസ് ഫോർ യുവർ ബ്യൂട്ടി, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നാ സൗന്ദര്യം ഉണ്ടെങ്കിലും ഇവിടെ സംസാരം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആ സൗന്ദര്യമെല്ലാം കെട്ടുപോകും. ഭാഷണത്തിൽ വിനയം. സുഭാഷിതങ്ങൾ 15:33, വിനയം ബഹുമതിയുടെ മുന്നോടിയാണ്. വിനയം അത് സംസാരത്തിലാണേലും പ്രവൃത്തിയിലാണേലും ബഹുമതി നേടിത്തരുന്ന ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 16:24, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. ഇതൊക്കെയാണ് ഒരു സ്ത്രീക്കുള്ളത് എങ്കിൽ അവൾ സുന്ദരിയായിട്ട് മാറും അതിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 2ാമത്തെ കാര്യമാണ് സൗമ്യത, ജെൻറ്റിൽനെസ്. ഒരു സ്ത്രീയുടെ ജെൻറ്റിൽനെസ് അവളെ സുന്ദരിയാക്കി മാറ്റുന്നു. നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 36:28 വചനം എടുക്കുമ്പോൾ, പ്രഭാഷകൻ 36:28. സുഭാഷിതങ്ങൾ 15ന്റെ 1ാമത്തെ വചനം കൂടി എടുത്താൽ, സൗമ്യമായ മറുപടി കോപം ശമിപ്പിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ ഭയങ്കര മുൻകോപിയായിരുന്നു, പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ പെരുമാറ്റം കാരണം ഇവരുടെ മുൻകോപം ശമിച്ചു. സൗമ്യമായ മറുപടി അത് കോപം ശമിപ്പിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 15ന്റെ 4ാമത്തെ വചനം, സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. അത് സ്ത്രീയാണേലും പുരുഷനാണേലും സൗമ്യതയോടെ സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഒരു സൗന്ദര്യം വലുതാണ് എന്നുള്ളത് ഈ വചനം പഠിപ്പിക്കുകയാണ്. 3ാമത്തെ കാര്യമാണ് മിതഭാഷണം. ഒരുപാട് വാരി വലിച്ച് സംസാരിക്കരുത്. ഇനി മിതഭാഷണം അത് ഒരു സ്ത്രീയെ സുന്ദരിയാക്കും. പ്രഭാഷകൻ 26:14 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ മിതഭാഷിണി ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്, വലിയൊരു അനുഗ്രഹമാണ്. പ്രഭാഷകൻ 25:20 അതിൻ്റെ നേരെ വിപരീത. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയുടെ കൂടെ കഴിയുക. വായാടിത്തം സ്ത്രീയുടെ ആണേലും പുരുഷൻ്റെ ആണേലും സൗന്ദര്യം കെടുത്തുന്ന ഒരു കാര്യമാണ്. 4ാമത്തെ കാര്യമാണ് ചിട്ടയുള്ള ജീവിതം, ഡിസിപ്ലിൻഡ് ലൈഫ്. അത് സ്ത്രീക്കും പുരുഷനും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
അവർ സൗന്ദര്യമുള്ളവരാകാൻ. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 26:16. ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമ ഭാര്യ. വലിയൊരു കോമ്പിനേഷൻ ആവട്ടോ. ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമ ഭാര്യ. അത്യുന്നതൻ്റെ ഉന്നതങ്ങളിൽ ഉയരുന്ന നക്ഷത്രം പോലെയാണെന്ന് പറഞ്ഞത്. അവിടെ ഉദിക്കുന്ന നക്ഷത്രം പോലെ അവരെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 5-ാമത്തെ കാര്യമാണ് ഭർത്താവിനോട് ബഹുമാനം. ഭർത്താവിനോട് ബഹുമാനമുള്ള സ്ത്രീ സുന്ദരിയായിട്ട് മാറും. അതുപോലെ ഭാര്യയോട് ബഹുമാനമുള്ള പുരുഷൻ സുന്ദരനായിട്ട് മാറും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 26:26 എടുത്താൽ ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ വിവേകിയായിട്ട് കരുതപ്പെടും. അപ്പോൾ അത് വിവേകമാണ്, അത് സൗന്ദര്യം പകരുന്ന ഒരു കാര്യമാണ് ഭർത്താവിനോട് ബഹുമാനം കാണിക്കുന്നത്. 6-ാമത്തെ കാര്യമാണ് നല്ല പെരുമാറ്റം. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഭാര്യയെ, നിന്റെ ഭർത്താവ് വചന വഴിയെ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും നിനക്ക് അവനെ നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? നല്ല പെരുമാറ്റത്തിലൂടെ. നിന്റെ പ്രാർത്ഥനയും നല്ല പെരുമാറ്റവും അതാണ് നിന്നെ സുന്ദരിയാക്കുകയും ചെയ്യുന്നത്. 7-ാമത്തെ കാര്യമാണ് ശാലീനത. പറഞ്ഞല്ലോ, മോഡസ്റ്റി എന്ന് ഇംഗ്ലീഷിൽ പറയാം. ശാലീനത. പ്രഭാഷകൻ 26:15. ശാലീനത ഒരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റുന്നു. 8-ാമത്തെ കാര്യമാണ് വകതിരിവ്. സൗന്ദര്യത്തെക്കാൾ ഒരു സ്ത്രീക്ക് വേണ്ടത് വകതിരിവാണ്. വകതിരിവ്, വിവേകം എന്നൊക്കെ പറയാൻ പറ്റും. സുഭാഷിതങ്ങൾ 11:22 വായിച്ചാൽ, വകതിരിവില്ലാത്ത സുന്ദരി അവിടെ പറഞ്ഞിരിക്കുന്നത് പന്നിയുടെ മൂക്കുത്തിക്ക് സമാനമാണ്. അവിടെ നമുക്ക് സൗന്ദര്യത്തെക്കാൾ വേണ്ടത് വകതിരിവാണ്. നമുക്ക് വകതിരിവുണ്ടെങ്കിൽ അത് നമ്മളെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റും. 9-ാമത്തെ കാര്യമാണ് വദനലാവണ്യം. വദനലാവണ്യം, ഇതേക്കുറിച്ച് യൂദിത്ത് 16:6 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. യൂദിത്തിൻ്റെ വദനലാവണ്യം മൂലം അവിടെ ഉണ്ടായ നേട്ടം. ഇസ്രായേൽക്കാർക്ക് വലിയ ഒരു നേട്ടം. അവരുടെ ശത്രുവിനെ വകവരുത്താൻ അവരുടെ വദനലാവണ്യം സഹായിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തേത് 10-ാമത്തേത് വേഷം, ചിരി, നടപ്പ്. പ്രഭാഷകൻ 19:30 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വേഷം, നിന്റെ ചിരി, നിന്റെ നടപ്പ്, ഇത് നിന്റെ സത്വം വെളിപ്പെടുത്തും. ഇത് സൗന്ദര്യം പകരുന്നതാകാം, സൗന്ദര്യം കെടുത്തുന്നതാകാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൗന്ദര്യം പകരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.